കണ്ടന്റ് ക്രിയേറ്റർമാരെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് അവരുടെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി പുറത്തിറക്കിയത്. ഒറിജിനൽ കണ്ടന്റിന് പ്രാധാന്യം നൽകുമെന്നും പണിയെടുക്കാതെ ചുമ്മാ തട്ടിക്കൂട്ടുന്ന വീഡിയോകൾക്ക് ഇനി മുതൽ കാശ് തരില്ലെന്നും യൂട്യൂബ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഫേസ്ബുക്കും കണ്ടന്റ് ക്രിയേഷനിലും മോണിറ്റൈസേഷനിലും പുതിയ റൂളുകളുമായി എത്തിയിരിക്കുകയാണ്. ഇത് കാരണം ഒറ്റയടിക്ക് പണി കിട്ടിയത് നിരവധി പേർക്കാണ്. എന്തൊക്കെയാണ് ഫേസ്ബുക്കിന്റെ പുതിയ പോളിസികൾ എന്ന് നോക്കാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായിരുന്നു നിങ്ങളുടെ പോസ്റ്റുകളും വീഡിയോകളും ഇമേജുകളുമൊക്കെ മറ്റുള്ളവർ എടുത്തുകൊണ്ടു പോകുന്നത്. കണ്ടന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് മോണിറ്റൈസേഷൻ പോളിസി ഫേസ്ബുക്കും മെറ്റയും ആരംഭിച്ചതോടെ ഈ മോഷണം കൂടുകയും ചെയ്തു. എന്നാൽ ഇത്തരക്കാർക്ക് ഇനി 8ന്റെ പണി തന്നെ കിട്ടും. യഥാർത്ഥ ക്രിയേറ്റർക്ക് കൃത്യമായി ക്രെഡിറ്റ് കൊടുക്കാതെ കോപ്പി ചെയ്ത പോസ്റ്റോ വീഡിയോയോ ഫോട്ടോയോ എടുത്ത് സ്വന്തം അക്കൗണ്ടിലിട്ടാൽ കർശന നടപടികളായിരിക്കും അക്കൗണ്ടിന് നേരിടേണ്ടി വരിക. ആദ്യഘട്ടത്തിൽ റീച്ച് കുറയുകയും മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ അക്കൗണ്ട് തന്നെ തൂക്കിയെന്നും വരാം. ഫേസ്ബുക്കിന്റെ പുതിയ നയം യൂട്യൂബിന്റെ സമീപകാല നയങ്ങളുമായി ഏറെ സാമ്യമുള്ളതാണ്. യൂട്യൂബും സ്വന്തമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രോത്സാഹനം നൽകുന്നത്. വ്യാജ പ്രൊഫൈലുകൾ, കോപ്പി ചെയ്ത ഉള്ളടക്കങ്ങൾ, വ്യാജമായ ഇടപെടലുകൾ എന്നിവ വർദ്ധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിന്റെ നിലവാരത്തെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. അൺഒറിജിനൽ കണ്ടന്റ് എന്നാണ് ഇത്തരം കണ്ടന്റുകളെ കുറിച്ച് പറയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കോപ്പി പേസ്റ്റ് കണ്ടന്റുകൾ നിരന്തരം പങ്കുവച്ച 5 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾക്കെതിരെ മെറ്റ നടപടിയെടുത്തിട്ടുണ്ട്. 10 മില്യൺ ഫേക്ക് അക്കൗണ്ടുകളും ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തു. ഇത് യഥാർത്ഥ ക്രിയേറ്റേഴ്സിന് കൂടുതൽ റീച്ച് നൽകാൻ സഹായിക്കും. പുതിയ നിയമങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വെല്ലുവിളിയാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സ്വന്തമായി കണ്ടന്റ് നിർമ്മിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം കൂടിയാണ്. നിങ്ങളുടെ അക്കൗണ്ടിന്റെ റീച്ചും വരുമാനവും നിലനിർത്താൻ പുതിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം.